ഇന്ത്യൻ പ്രധാനമന്ത്രി തോമസ് ബാബിറ്റൻ മക്കാലയെ പറ്റി പറഞ്ഞ സംഭവം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. കാരണം ഇതുമായി എന്ത് കോൺട്രിബ്യൂഷനാണ് അത് ചെയ്തിട്ടുള്ളത്, മക്കാലെ ചെയ്തിട്ടുള്ളത് എന്ന് ഇന്ത്യയിൽ ആർക്കും അറിയത്തില്ല, പ്രത്യേകിച്ച് മലയാളികൾക്കും അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിന് പ്രത്യേകതയുള്ളത്. ഇന്ത്യയുടെ റിഫോർമേഷൻസിൻ്റെ ഒരു കാരണക്കാരൻ ഈ പറയുന്ന ബാബിറ്റൻ മക്കാലെയാണ്. എൻ്റെ കൂടെ ഉള്ളത് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. ഇദ്ദേഹം ഒരു ഗോസ്പൽ പ്രീച്ചറാണ്. അതിനേക്കാളുപരി ക്രിസ്ത്യൻ ഹിസ്റ്ററിയുമായിട്ടും ഇസ്രായേൽ ഹിസ്റ്ററിയുമായിട്ടും ഒരു ഹിസ്റ്റോറിയനാണ്. ഇദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം അതുപോലെ ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് കേരളത്തിലെ ദളിത് കമ്മ്യൂണിറ്റി, അവരുടെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പഠിച്ചൊരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹമായിട്ട് അനിൽകുമാർ അയ്യപ്പനുമായിട്ട് ഇതിനെപ്പറ്റിയൊരു ടോക്സാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അല്ലേ, നമസ്കാരം. നമസ്കാരം. അല്ല, ഈ മക്കാലയുടെ ഈ പറയുന്ന, ഞാൻ നേരത്തെ ബാബു വർഗീസുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത്, അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിലാണ് മനസ്സിലാവുന്നത്, പല മലയാളിക്കും ഈ മക്കാല എന്തുവാന്ന് അറിയത്തില്ല ബേസിക്കലി. കാരണം അദ്ദേഹം ഒരു റിഫോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ചില സംഭവങ്ങൾ ഇന്ത്യയെ മാറ്റിയിട്ടുണ്ട്. ഞാനൊരു ബ്രിട്ടീഷുകാരനെ സപ്പോർട്ട് ചെയ്യുന്ന കക്ഷിയൊന്നുമല്ല, പക്ഷേ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അതെ, ഇന്ത്യയുടെ ഹെറിറ്റേജ് എന്ന് പറയുന്ന വലിയ സംഭവമായിട്ട് ഇന്ത്യ പ്രധാനമന്ത്രി പറയുമ്പോൾ ഒരു ബ്രാഹ്മണിക്കൽ ഹെജമണി, അതായത് ഇന്ത്യയിലെ ദളിത്സിനെ, ആദിവാസികളെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും, ഇതേപോലെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതിനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചു. ഇത് തന്നെയാണ് മക്കാലെ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ബില്ലുകൾ പറയുന്നത്. അത് ഇന്ത്യയിൽ, അത് ഇന്നേ വരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് മക്കാലയുടെ പറ്റി ഈ പ്രധാനമന്ത്രി പറഞ്ഞ ഈ സംഭവം, നേരത്തെ ഇതേപോലെ ടോപ്പിക്കുണ്ട്. വി ഡി സവർക്കർ പോലും മക്കാലയ്ക്ക് അനുകൂലമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയിൽ റിഫോംസ് കൊണ്ടുവന്നത്, ഈ താഴേക്കടെ ആൾക്കാരെ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചതെന്ന്. സവർക്കർ മാത്രമല്ല, ഹാർഡ് കോർ ആയിട്ടുള്ള ഹിന്ദുത്വവാദികൾ ഒരു സമയത്ത് എഴുതിയിട്ടുണ്ട്. പലരും പറഞ്ഞു, ഒരാൾ മാത്രമൊന്നുമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. ഈ കിഴങ്ങന്മാർക്കൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അനിലിന് എന്താ പറയാനുള്ളത്? ഈ മക്കാലയുടെ വിഷയത്തില്, ഇത് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. സംഘികൾ ഇത് പണ്ടേ പറയുന്നതാണ്. വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ കാണുന്നതാണ് സംഘികൾ മക്കാലയ്ക്കെതിരെ പറയുന്നത്. ഇത് ഞാൻ അന്നേരം ഇതിന്റെ ചരിത്രമൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ രസകരമായൊരു സംഭവം കണ്ടെത്തി. അതായത് മക്കാളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. മക്കാലയുടെ മറ്റൊരു സംഭാവന എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ്. അതായത് 1834 ആദ്യത്തെ ലോ കമ്മീഷൻ വന്നപ്പോൾ അതിന്റെ അധ്യക്ഷൻ ഇദ്ദേഹമാണ്, മക്കാളയാണ്. അപ്പൊ അദ്ദേഹമാണ് 1837 ഇതിന്റെ കരട് തയ്യാറാക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിന്റെ കരട് തയ്യാറാക്കിയത് ഇദ്ദേഹമാണ്. പിന്നീട് അത് നിയമമായിട്ട് വന്നു. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത അതിനെ മാറ്റുന്നത് വരെയും നിയമമായിട്ട് വന്നു. ഈ ഇന്ത്യൻ പീനൽ കോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ദോഷം എന്ന് പറയുന്നത് ബ്രാഹ്മൺസിന് ഉണ്ടായൊരു ദോഷമാണ്, മറ്റാർക്കും അല്ല. അതായത് അതുവരേക്കും സ്മൃതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ശിക്ഷാവിധികളെല്ലാം ഉണ്ടായിരുന്നത്. അതായത് ഒരുത്തൻ ചെയ്യുന്ന തെറ്റിന്റെ അല്ലെങ്കിൽ കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ചല്ല ശിക്ഷ, അവന്റെ വർണ്ണം, അവന്റെ പദവി, അവന്റെ ജാതി, ഇതൊക്കെ വെച്ചിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. അപ്പൊ ബ്രാഹ്മണന് ഒരിക്കലും ഗൗരവമായിട്ടുള്ള ഒരു ശിക്ഷ, അതായത് അവന്റെ ദേഹം മുറിയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് വേദന എടുക്കുന്ന ശിക്ഷയില്ല. വധശിക്ഷ എന്ന് പറഞ്ഞ സാധനമില്ല ബ്രാഹ്മണന്. ബ്രഹ്മഹത്യ മഹാപാപമാണ്. ബ്രാഹ്മണന് വധശിക്ഷയില്ല. ഏറ്റവും കൂടിയതെന്ന് പറഞ്ഞാൽ നാടുകടത്തലാണ്. നാടുകടത്തുന്നത് എങ്ങനെ? അവന്റെ സ്വത്തുമെല്ലാം, അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സ്വത്ത് അടക്കം കളവണ്ടി കയറ്റിയിട്ട് അവനെ വിടുകയാണ്, ആ നാട്ടിൽ നിന്ന് വിടുന്നത്. ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യൻ പീനൽ കോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പരിപാടിയൊന്നും ഇല്ല. നിന്റെ ജാതി ഏത്, വർണ്ണം ഏത്, കുല ഏത്, പരമ്പര, ഇതൊന്നും വിഷയമല്ല. നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ബ്രാഹ്മണനും ശിക്ഷയ്ക്ക് വിധേയനാകാൻ തുടങ്ങി. ഇതിന്റെ ഒരു കലിപ്പ് മക്കാളിയോട് ഇവർക്കുണ്ട്. അതാണ് കൂടുതൽ ഈ മനുഷ്യന് മക്കാളനെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി ഓരോന്നും പറയുന്നതിന്റെ യഥാർത്ഥ കാരണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഈ സംഗതിയെ. ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ന് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിച്ചത് പോലും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ വന്നതുകൊണ്ടാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്നത് ബ്രാഹ്മണാധിപത്യമാണ്, ജനാധിപത്യമല്ല.
ജനാധിപത്യത്തിലേക്ക് ഇവിടെയുള്ള ജനങ്ങൾ എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസമാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ കൊണ്ടുവന്നതാണ്. മെക്കാളയൊന്നും അല്ല യഥാർത്ഥത്തിൽ അത് കൊണ്ടുവരുന്നത്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ 1707 സീഗൻബർഗ് ഡാനിഷ് മിഷണറിയാണ്, ഡെൻമാർക്കിന്റെ. അപ്പൊ ഡാനിഷ് മിഷണറി അവരെ സീഗൻബർഗ് 1707 പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുണ്ട്. ആൺകുട്ടികൾക്കുള്ള അതിന് മുമ്പേ തുടങ്ങി, പെൺകുട്ടികളുള്ള. ഇനി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് CMS 1818 കേരളത്തില് പെൺകുട്ടികൾ ഗേൾസ് സ്കൂൾ തുടങ്ങുന്നുണ്ട്. അതേസമയത്ത് ബംഗാളിലും അതേ 1818. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മെക്കാളെ വരുന്നത്. യഥാർത്ഥത്തില് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പൊ അവര് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ലോകവീക്ഷണം, ലോകത്തെക്കുറിച്ചുള്ള അറിവും മറ്റു പല കാര്യങ്ങളും ഇവിടെയുള്ള ജനങ്ങളിലേക്ക് വരികയും ഈ അതുവരെ സനാതനം മാർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് യഥാർത്ഥത്തില് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മറ്റൊരു സംസ്കാരം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ജനങ്ങളിലേക്ക് വരികയും പിന്നെ ഇന്നത്തെ ഈ ആധുനിക മൂല്യങ്ങളിലേക്കെല്ലാം സഞ്ചരിക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണമായി തീർന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇന്ന് മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നത് പോലും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടെ വന്നതുകൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ പഴയ ആർഷ സംസ്കാരത്തിൽ തന്നെ നിന്നാൽ അദ്ദേഹം ക്ഷത്രിയനല്ല. ക്ഷത്രിയനല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഭരണത്തിൽ വരാനും പറ്റില്ല. അപ്പൊ അദ്ദേഹത്തെ ഭരണത്തിലെത്തിയത് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസമാണ്. മെക്കാളെയൊക്കെ കൊണ്ടുവന്ന അല്ലെങ്കിൽ മിഷണറിമാർ കൊണ്ടുവന്നതും മെക്കാളെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ കാര്യമാണ്. അതിനെയാണ് ഇദ്ദേഹം തള്ളി പറയുന്നത്. അത് എൻ്റെ ഒരു വൈരുദ്ധ്യാത്മകതയാണ് യഥാർത്ഥം. ഇതിനകത്ത് പച്ച കള്ളത്തരാ പുള്ളി പറയുന്നത് മുഴുവനും. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി 17-ാം തീയതി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം RSSൻ്റെ പഴയ നേതാക്കൾ സവർക്കർ, അതേപോലെ പല അവരുടെ ഐഡിയോളജിക്കൽ ലീഡേഴ്സ്, അവരെല്ലാം തന്നെ ഈ പറയുന്ന ബബിങ്ടൺ മക്കാലയുടെ കോൺട്രിബ്യൂഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ റിഫോമിസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനായിരുന്നു. അപ്പം അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ആരെ സൂചിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഈ പുള്ളി ഇപ്പോഴേ? അല്ലെ, സൂചിപ്പിക്കാന്ന് പറയുന്നത് ഒന്ന് ഇവരുടെ അണികള് സാധാരണ ഇപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് കിഴങ്ങന്മാരെന്നൊക്കെ പറയുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അവർ അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. ഇവര് നേതാക്കന്മാരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ അത് വളരെ സന്തോഷമാണ്, നമ്മൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നോ? നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഈ മഹത്തായ സംസ്കാരം എന്നൊക്കെ നമ്മൾ പാടി പുകഴ്ത്തുന്നുണ്ടെങ്കിലും മനുഷ്യനെ മനുഷ്യനായി ഇവിടെ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു സംസ്കാരത്തിന്റെ മൂല്യം അളക്കേണ്ടത് ചുമ്മാ വാചക കസരത്തിന്റെ പുറത്തല്ല. ആ സംസ്കാരം അതിനകത്തുണ്ടായിരുന്ന മനുഷ്യർക്കും അതിന്റെ പുറത്തുള്ള ആളുകൾക്കും ഒക്കെ എന്ത് നൽകി എന്നുള്ള അതാണ് പരിഗണന വിധേയമാക്കേണ്ടത്. ഇപ്പൊ അതിനകത്ത് ഉള്ള ജനങ്ങളെ തുല്യരായിട്ട് പരിഗണിച്ചിരുന്നു. അധ്വാനിക്കുന്നവർക്ക് ആ അധ്വാനത്തിന്റെ മൂല്യം അനുസരിച്ചുള്ള കൂലി നൽകിയിരുന്നു. അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെ പരിഗണിച്ചിരുന്നു? ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അവിടുത്തെ ആരോഗ്യരംഗം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ള ആളുകളുമായിട്ട് ആ സംസ്കാരത്തിന്റെ പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പാടിപ്പുകഴ്ത്തുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ദളിത് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. അത് ഞാൻ എവിടെ അഭിമാനത്തോടെ പറയുകയും ചെയ്യും. എന്റെ പശ്ചാത്തലം അതാണെന്നുള്ളത്. കാരണം ദളിതൻ എന്ന് പറയുമ്പോൾ അവൻ ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ ജീവിച്ചല്ല അവന്റെ തലമുറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റവന്റെ അധ്വാന ഫലം ചൂഷണം ചെയ്തെടുത്ത് ജീവിച്ചതൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനൊരു നാളെക്കേടോ മടിയോ ഇല്ല. പക്ഷെ ഇവിടെ മറുവശത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൂട്ടരാണ്. അവര് ബാക്കിയുള്ളവന്റെ അധ്വാന ഫലം അവൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, അത് ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്, തണിയണങ്ങാതെ ജീവിക്കുന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അതായത് അധ്വാനം മോശമായ കാര്യമാണെന്നും അധ്വാനിക്കാതിരിക്കലും മഹാകാര്യമായിട്ടാണ് ഇവിടെ പരിഗണിക്കപ്പെട്ടിരുന്നത്. കാരണം ഈ പുനർജന്മ വിശ്വാസമാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അവൻ മഹാപാപം ചെയ്തു, ആ പാപത്തിന്റെ അനന്തരഫലമായിട്ട് ഈ ജന്മത്തിൽ ദൈവം അവനെ ശിക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവന് കഷ്ടപ്പെടേണ്ടി വന്നത്, അധ്വാനിക്കേണ്ടി വന്നതെന്ന ചിന്ത. അപ്പൊ യഥാർത്ഥത്തിൽ അധ്വാനിക്കുക എന്ന് പറയുന്നത് മഹത്തായ കാര്യമാണ്. ഇവിടെ ഈ ഒരു സംസ്കാരത്തിൽ മാത്രം അത് അങ്ങനെയായിരുന്നില്ല. അധ്വാനിക്കുന്നത് ഏറ്റവും മോശം കാര്യമായിട്ട് കണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസ്കാരത്തെ, പിന്നെ സ്ത്രീകളോടുള്ള കാര്യത്തിൽ നോക്കിയാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല. ഞാനൊരു പുസ്തകം ഇതാക്കി തരാം. ഇത് പാർവതി നെന്മിനിമംഗലം എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ അന്തർജനം, അവര് ബ്രാഹ്മണ സമുദായത്തിനകത്ത് വളരെയധികം, കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിനകത്ത് വളരെയധികം റിഫോർം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അവരുടെ ഇത് പ്രസംഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ എഴുത്തുകൾ,
അപ്പൊ ഇത് വായിക്കുമ്പോൾ അറിയാം, നമ്പൂതിരി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി ഇവിടെ ജീവിച്ചിരുന്നത്. അവര് അന്തർജനങ്ങൾ എന്ന് പറഞ്ഞിരുന്ന അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു, അകത്തെ ജനമാണ്. അവരുടെ ദേഹത്ത് സൂര്യപ്രകാശം പോലും വീഴില്ലായിരുന്നു. കാരണം പുറത്തിറങ്ങുമ്പോൾ ഘോഷ എന്ന് പറയുന്ന ഒരു വസ്ത്രം, മേലാകെ ചുറ്റുന്ന പുതപ്പും പിന്നെ ഒരു മറക്കുടയും ഉണ്ടാവും. വീട്ടിലെത്തി കഴിഞ്ഞാൽ അകത്താണ്, പിന്നെ അരയ്ക്ക് മുകളിലോട്ട് തുണിയൊന്നുമില്ല, നഗ്നരായിട്ട്. അതായത് അന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ ജീവിക്കുന്നത്. ഇവരുടെ ദേഹത്താകെ സൂര്യപ്രകാശം വീഴുന്നത് ഇവർ പുറത്ത് കുളിക്കാൻ പോകുന്ന സമയത്ത് മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വന്നിരുന്നു. അവരുടെ ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും ദുരിതത്തിലാക്കിയ ഒരു സംസ്കാരമായിരുന്നത്. ഇതിന്റെ അകത്തുനിന്ന് ആകെ എന്റെ ഗുണം കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ ബ്രാഹ്മണർക്കും ഇല്ല, അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിലെ എല്ലാവർക്കും ഇല്ല. മൂത്ത ആൺകുട്ടിക്ക് മാത്രം, അവന് മാത്രമേ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതുപോലും പറ്റില്ല. സംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. അപ്പൊ അവർക്കും ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ടൊരു ഭാര്യ വേണം, കുഞ്ഞുങ്ങൾ വേണം, കുടുംബം വേണം. പറ്റില്ല. അതുപോലത്തെ പരിപാടിയായിരുന്നു. എല്ലാം കൊണ്ടും നാണക്കേട്, നമ്മളെ ശരിക്കും നാണക്കേട് കൊണ്ട് തലകുനിക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ അഭിമാനിക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലേ? അപ്പൊ ഞാൻ എന്ത് ഈ കുന്തം, ഈ ആർഷഭാരത സംസ്കാരം, എന്ത് ഈ RSSന്റെ ചീഫൊക്കെ പറഞ്ഞു 5000 വർഷത്തെ പാരമ്പര്യം, 10,000, എന്തുവാ ഈ സാധനം ബേസിക്കലി? കാരണം ഞാൻ എവിടെ പോയി നോക്കി, എവിടൊക്കെ പോയി റിസർച്ച് ചെയ്ത് നോക്കി, പല ഹിസ്റ്റോറിയൻസിനോട് ചോദിച്ചു, ഡൽഹിയിലുള്ളതും പല പുറത്തും, ഇവരൊക്കെ പറയുന്നത് ഇത് നോൺസെൻസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനൊരു സംസ്കാരം ഇന്ത്യയിലില്ല. അതായത് ഇവർ ഈ പറയുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, പ്രത്യേകിച്ച് വളരെ വളരെ ചെറിയ ഒരു അപ്പർ കാസ്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതായിരുന്നു ഈ സംസ്കാരം. എന്തുവാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ നോൺസെൻസ് ആയിട്ടുള്ള ആർഷഭാരത സംസ്കാരം എന്തുവാ? ഈ ആർഷം എന്നുള്ള വാക്ക് അർത്ഥമാക്കുന്നത് ഋഷി പ്രോക്തമായത്, അതായത് ഋഷിമാരാൽ ഉത്ഭവിപ്പിക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ പറയുന്നത്. ഋഷി, ആർഷം എന്ന ആദ്യം നിന്ന് വരുന്നത് ഋഷിന്ന്. അപ്പൊ സന്യാസിമാരാൽ ഉണ്ടാക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അത് സനാതനമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതില്ല. അതൊക്കെ പണ്ടേ തകർക്കപ്പെട്ടു. കാരണം അത് ആധുനിക മൂല്യങ്ങളുമായിട്ട് ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. ഈ ആർഷ സംസ്കാരത്തിനകത്ത് നിലനിന്നിരുന്ന ചില സംഗതികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് ഇന്നതൊക്കെ കുറ്റകൃത്യമാണ്. ഇപ്പൊ സതി ആർഷ സംസ്കാരത്തിനകത്ത് ഉണ്ടായിരുന്നതാണ്. നരബലി ഉണ്ടായിരുന്നു, ശൈശവവിവാഹം ഉണ്ടായിരുന്നു, ഐത്താചരണം ഉണ്ടായിരുന്നു. പിന്നെ കടൽ കടക്കാൻ പാടില്ല, അത് പ്രധാനപ്പെട്ടതാണ്. കടൽ കടന്നു പോകാൻ പാടില്ല. ഇന്ന് ഈ ഹിന്ദുത്വയ്ക്ക് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ ആർഷ സംസ്കാരത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ഭൂരിഭാഗം അമേരിക്കയിലോട് ഓടിയിരിക്കുന്നവന്മാരാ. ഈ സംഘികളുടെയൊക്കെ നേതാക്കന്മാരുടെ മക്കള് ഭൂരിഭാഗം അവിടെയാണ്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോലും ഈ നാട് വേണ്ട, അതുകൊണ്ടാണല്ലോ അവർ ഈ നാട് വിട്ടു പോയത്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ നാട്ടിൽ വേണ്ടി ഇവിടെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ആളുകളെ പൊട്ടനാക്കുന്ന പരിപാടിയാണ് ഇത്. ഈ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ബാക്കി പറഞ്ഞെന്ന് പറഞ്ഞില്ല, ചരിത്രകാരന്മാരെ പറഞ്ഞു, അത് നോൺസെൻസ് ആണ് യഥാർത്ഥത്തിൽ. ഇതൊരു ആധുനിക സമൂഹം, പുരോഗമനാത്മകമായ ഒരു സമൂഹമായിട്ട് ഒരിക്കലും നിലകൊള്ളാൻ പറ്റാത്തൊരു കാര്യം. ഇത് പിന്തിരിപ്പനാണ്, പുറകിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതായത് ഒരു അമേരിക്കൻ വിസ കൊടുത്തു കഴിഞ്ഞാൽ ആർഷഭാരതം വേണ്ട, അത്രേ ഉള്ളൂ. അതല്ലേ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, അത്രേ ഉള്ളൂ. പിന്നെ ആർഷഭാരതം വേണ്ട, ഒരു കുന്തവും വേണ്ട. അവിടെ ഇരുന്ന് പിന്നെ ഇന്ത്യക്കാരെ ആർഷഭാരതം പഠിപ്പിക്കുന്നു. അതന്നെ, ഇതല്ലേ ഉള്ളൂ. അല്ലാതെ ബേസിക്കലി ഇതെന്തുവാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ഈ പറയുന്ന ഭാരതീയ ആർഷ സംസ്കാരം എന്ന് പറയുന്നത് സനാതന മൂല്യങ്ങൾ എന്തു കുന്തവാന്ന് എനിക്ക് മനസ്സിലാകാതെ, ഈ മൂല്യം എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്നില്ല. അതാണ് ഇവർ പറയുന്ന മൂല്യം എന്ന് പറയുന്നത്. അതെ, ഐത്തം മൂല്യമാണ്. ചവിട്ടി മെതിക്കപ്പെടുന്ന ദളിറ്റ്സും ആദിവാസികളും ഇവർ പറയുന്നത് മൂല്യമാണെന്ന്. തൊട്ടുകൂടായ്മ, അതായത് തീണ്ടല്, അത് മൂല്യമാണെന്നാണ് പറയുന്നത്. ഇതാണോ ഈ ആർഷഭാരത സംസ്കാര മൂല്യം എന്ന് പറയുന്നത്? ഇതാണോ ഇത് ഈ പുതിയ ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. അത് മറ്റു സമൂഹങ്ങളുടെ മുമ്പാകെ നമ്മളാകെ അപമാനിതരാക്കുമെന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അഭിമാനിക്കാൻ അതിനകത്ത് വകുപ്പുണ്ടോ? ഇപ്പോ നമുക്ക് ഉദാഹരണം നോക്കി അമേരിക്കയിലത്തെ കേസ് എടുക്കുക. നമ്മളെപ്പോഴും അടിമത്തത്തിന്റെ കാര്യം പറയുമ്പോൾ അപ്പം പോകുന്നത് അമേരിക്കയിലേക്കാണല്ലോ. അമേരിക്കയിൽ അടിമത്തം അത് ഉണ്ടായിരുന്നൊക്കെ പറയുന്നത്. അവിടെ അടിമത്തം ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ജനത്തിന് അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇതൊരു പ്രശ്നമായിട്ട് തന്നെ, ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് തന്നെ കണ്ടത്. അംബേദ്കറുടെ അസ്പൃശ്യർ അഥവാ ഇന്ത്യയുടെ ഗെറ്റോ സന്തതികൾ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതിൻ്റെ അകത്ത് അംബേദ്കർ ഈ കാര്യം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അത് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർമാർക്ക് അതൊരു പ്രശ്നമായിരുന്നു. അവർ പള്ളികളിൽ പ്രസംഗിക്കുമ്പോൾ ഈ വിഷയം എടുക്കും.
പിന്നെ രാഷ്ട്രീയക്കാർക്ക് ഇത് പ്രശ്നമായിരുന്നു, ഫിലോസഫേഴ്സിന് ഇത് പ്രശ്നമായിരുന്നു, സാമൂഹ്യ പ്രവർത്തകർക്ക്, സാധാരണക്കാർക്ക് ഈ വിഷയം സംബന്ധിച്ച് ധാരാളം എഴുത്തുകൾ അതിനകത്ത് പുസ്തകങ്ങളായാലും ലഘുലേഖകളായാലും ലേഖനങ്ങളായാലും ഇങ്ങനെയൊക്കെ ധാരാളം വന്നു. അദ്ദേഹം തന്നെ പറയുന്നത് 10,000-ന് മുകളിൽ വരും ഈ എഴുത്തുകൾ മാത്രം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതെങ്ങനെ ഈ അടിമത്തത്തിന്റെ ഈ കേസ് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് അവിടെ ഉള്ളവർ എഴുതിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇനി ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലെ ഈ അയിത്തത്തിന്റെ കേസിൽ അല്ലെങ്കിൽ അസ്പൃശ്യരെ സംബന്ധിച്ചുള്ള കേസിൽ എത്ര ലേഖനങ്ങൾ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു 1/2 ഡസനിൽ കവിയുകയില്ല ലഘുലേഖകൾ. പുസ്തകമൊന്നും വന്നിട്ടില്ല, ലേഖനമൊന്നും പറയാനില്ല, ലഘുലേഖകൾ 1/2 ഡസനിൽ കവിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇവരെ അടിമത്തത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കപ്പെട്ട തുകകളുടെ കാര്യം, അല്ലെങ്കിൽ സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഇത്. അദ്ദേഹം അതിനെ 1931-32 നീഗ്രോ ഇയർ ബുക്ക് അതിൽ നിന്നുള്ള കണക്കുകളെല്ലാം അദ്ദേഹം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നത് 1865 മുതൽ 1930 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഏതാണ്ട് 13,50,00,000 ഈ കറുത്ത വർഗ്ഗക്കാരുടെ പുനരധിവാസത്തിനും ഉന്നമനത്തിനുമായിട്ട് അവരുടെ വിദ്യാഭ്യാസം മറ്റു പല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു. 13,50,00,000. എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് കണക്ക് പറയുന്നുണ്ട്, അതില് 8,50,00,000 അതായത് 8.5 കോടി രൂപ വെള്ളക്കാർ സംഭാവന ചെയ്തതാണ്. സർക്കാരിന്റെ അല്ല, വ്യക്തിപരമായിട്ട് വെള്ളക്കാർ. അതായത് മരിക്കുന്ന സമയത്ത് വലിയ ധനികരായ ആളുകളൊക്കെ മരിക്കുമ്പോൾ അവരുടെ എസ്റ്റേറ്റിന്റെ നല്ലൊരു ശതമാനം ഇവരുടെ നീഗ്രോ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ന് പറയാം. അന്ന് നീഗ്രോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ടാണ് നീഗ്രോ ഇയർ ബുക്കും അദ്ദേഹം ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നത് അങ്ങനെയല്ല, ഇന്ന് ബ്ലാക്ക് എന്നേ പറയുള്ളൂ, പക്ഷെ ആ പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ വന്നത്. അപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അത് വ്യക്തികളുടെ കേസ്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളക്കാരാലുള്ള പല ഫൗണ്ടേഷൻസ്, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ പോലെയുള്ള ഫൗണ്ടേഷൻസിന്റെ തുക അദ്ദേഹം അത് കൂട്ടിയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചർച്ചുകൾ. അപ്പൊ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ 8.5 കോടിയോളം $8.5 കോടി വെള്ളക്കാർ തന്നെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് ഇന്ത്യയിൽ ഈ അസ്പൃശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ എത്ര കൊടുത്തു? പുള്ളി പറഞ്ഞ 1000 രൂപ മേലെ കവിയില്ല എന്ന് പറയുന്നത്. അതേപോലെ ഈ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് റോക്ക്ഫെല്ലർ. കാരണം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ് ഇന്ത്യയിലെ ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തെന്ന് പല ആൾക്കാരെയും കൊണ്ട് പഠിപ്പിച്ചത്. അപ്പോൾ ഇത്രയും വെറുപ്പ് ഇവരോടുണ്ടാകാൻ കാരണം എന്താ റോക്ക്ഫെല്ലറിനോട്? കാരണം ഒത്തിരി RSSകാർക്ക് റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. അതിൻ്റെ കാര്യം എന്ത്? അല്ല, കാര്യം ഇത് തന്നെയാണ്. ഈ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഇവരെ എങ്ങനെയാണ് ഈ ഇവിടെ വർണ്ണവ്യവസ്ഥയും മറ്റുമൊക്കെ അടിച്ചേൽപ്പിച്ചിട്ട് ബ്രാഹ്മണർ അതിന്റെ മുകളിൽ ഇരുന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ അറിവ് നിഷേധിച്ചിട്ടാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണ താഴേക്കിടയുള്ളവനെ എത്തരുത്. ശൂദ്രന് വരും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ വർണ്ണവ്യവസ്ഥയിൽ ഉൾപ്പെട്ടവനാണ്. അതായത് നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ നായന്മാര്, അവർ ശൂദ്രരാണ്. അവർക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കരുത് എന്നുള്ളതായിരുന്നു. ചിന്തിച്ചു പോകുക. ഈ ബാക്കി ദളിതരെ അവർണരെയും കാര്യം വിട്, ആ വർണ്ണവ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഏറ്റവും താഴെയുള്ള ആൾക്ക് പോലും വിദ്യാഭ്യാസം കൊടുക്കാതെ മുകളിലുള്ളവർക്ക് മാത്രം എന്നുള്ള നിലയിലാണ് നിന്നിരുന്നത്. അപ്പോഴാണ് ഇവിടെ മിഷണറിമാരും പിന്നെ ഇതേപോലെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ ഇവരെല്ലാം ഇരുന്നിട്ട് ഇവിടെ ഈ താഴേക്കിടയിലുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കറിയാം അത് ഇവരുടെ അടിത്തറ തകർക്കും. കാരണം ഈ വ്യവസ്ഥ നിലനിന്ന് പോകുന്നത് എങ്ങനെയാണ്? ആ പിരമിഡ് എന്ന് പറയുന്നത് അത് മുകളിലിരിക്കുന്നവൻ അവൻ അപ്രാപ്യനാണ്, അവനെ തൊടാൻ പറ്റുകയില്ല. എല്ലാം കൊണ്ട് അവൻ മികച്ചവനാണ്. ബാക്കിയുള്ളവർ അതിന്റെ താഴെ എപ്പോഴും അടിമകളായിട്ട് കിടക്കണം. എന്നാൽ എഴുത്തുമായനയും കിട്ടുമ്പോൾ ഇപ്പൊ മിഷണറിമാർ വന്ന് എഴുത്തുമായനയെ പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങളെ. അത് ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ വ്യാകരണ ഗ്രന്ഥം എഴുതിയത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ശരി, അത് തന്നെ ആണെന്ന് വെച്ചോ, ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ. പക്ഷെ എഴുത്തുമായനയെ പഠിച്ചവൻ ബൈബിള് മാത്രമല്ലല്ലോ വായിക്കാം. അവൻ കയ്യിൽ കിട്ടി എന്തും വായിക്കും. വായിക്കുന്നതോറും അവന്റെ ചിന്ത വ്യത്യാസപ്പെടുകയാണ്, അവന്റെ അറിവ് വർദ്ധിക്കുകയാണ്, അവന്റെ ലോകവീക്ഷണം മാറുകയാണ്. മനസ്സിലായി? അപ്പൊ ഞാനിങ്ങനെ അടിമയായിട്ട് കിടക്കേണ്ടവനല്ല, ഈ ഇവരുടെ കാൽച്ചോട്ടി കിടക്കേണ്ടവനല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവന് വരികയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ആ തിരിച്ചറിവ് വരുത്തിയത് ഈ പുറമേന്ന് വന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരല്ല. അതുകൊണ്ടാണ് മിഷണറിമാരോടായാലും അല്ലെങ്കിൽ ഇപ്പോൾ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ളവരോടൊക്കെ ആയാലും അവർക്ക് ഇത്രയും കലിപ്പുള്ളത്. അനില് ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് വന്ന അനിലൊരു ക്രിസ്ത്യനും അല്ല, ഓപ്പൺലി പറയുന്ന യു ആർ എ ക്രിസ്ത്യൻ. ബൈബിൾ എന്ത് മാറ്റമാണ് ഇന്ത്യയിലെ താഴേക്കിടയുള്ള സമൂഹത്തിലുണ്ടാക്കിയത്? ഇത് കുറച്ച് സമയം കൊണ്ട് പറയാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അത്ര ഗൗരവം. വളരെയധികം മാറ്റങ്ങൾ, അതായത് ഈ ഇതിനെക്കുറിച്ച് ശരിക്കും അറിയണമെങ്കിൽ നമ്മുടെ ഇവിടത്തെ വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു എന്നറിയണം. എങ്കിലേ ആ മാറ്റം നമ്മളിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. കാരണം ഇവിടെ വഴി നടക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം.
ഇവിടെ അങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ, വഴി നടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ പൂനെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് മാത്രമേ അസ്പൃശ്യർക്ക് ചന്തയിൽ പോകാൻ പറ്റുള്ളൂ, അവിടുത്തെ മാർക്കറ്റിൽ പോകാൻ പറ്റുള്ളൂ ഉച്ച സമയത്ത്. കാരണം എന്താണെന്നറിയും, ഈ രാവിലത്തെ സമയവും വൈകുന്നേരത്തെ സമയവും നീളം കൂടായിരിക്കും നിഴലിന്. അപ്പൊ ഇവന്റെ നിഴല് മറ്റവന്റെ മേലെ പതിഞ്ഞു കഴിഞ്ഞാൽ അവൻ അശുദ്ധനാവും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഉച്ച സമയത്ത് അങ്ങനെയല്ലോ, നിഴല് താഴെയാണല്ലോ പതിക്കും, അപ്പൊ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ പൂനെയിൽ അത്രയെങ്കിലും പറ്റുമായിരുന്നു, അങ്ങനെയെങ്കിലും ഉച്ച നേരത്തെങ്കിലും പറ്റാം. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലൊക്കെ മാർക്കറ്റിന്റെ ആ ഭാഗത്തേക്ക് അടുക്കരുത്. പിന്നെ ഭാഷയില് ജാതി എന്ന് പറയുന്നത്, അത് ഉപ്പ് ഒരു ഈഴവൻ ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന് പറഞ്ഞ 17 വയസ്സുള്ള ഒരു പയ്യൻ 1936 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കേവലം 11 വർഷം മുമ്പ് ഉപ്പെന്നുള്ള വാക്ക് പറഞ്ഞതിന് അവനെ നായരായ കടയുടമ തല്ലി കൊന്നു. ഉപ്പെന്നല്ല പറയേണ്ടത്. അതായത് ഭാഷയ്ക്ക് വരെ ജാതി, ഇങ്ങനെ എല്ലാം കൊണ്ടും പുറകോട്ട് നിന്നിരുന്ന ഒരു സംസ്കാരമാണിത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇത് പറയുമ്പോൾ എന്നെയൊക്കെ പറയും ഈ ബ്രിട്ടീഷുകാരുടെ കാലം നിന്നൊക്കെയാണ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വസ്തുത ഇതാണ്, ഇവിടുത്തെ അവസ്ഥ വളരെ വളരെ മോശമാണ്. ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് അവന് ലഭിക്കേണ്ടുന്ന ആഹാരം കൃത്യമായിട്ട് കൊടുക്കാതെ അവരുടെ നിയന്ത്രണത്തിൽ നിർത്തുകയാണ്. അതായത് ഇവൻ പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല. അവൻ ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് മരിച്ചവർക്ക് നഷ്ടമാണ്. കാരണം അവന് വേണ്ടി പാടിയിട്ടുണ്ടോമാണ് ഇവൻ. എന്നാൽ ഇവൻ കൂടുതൽ ആഹാരം കഴിച്ച് ആരോഗ്യമുള്ളവനായി തീർന്നു കഴിഞ്ഞാൽ വിപ്ലവം നടത്താൻ സാധ്യതയുണ്ട്. അത്ര ആരോഗ്യവൻ ഉണ്ടാവാനും പാടില്ല. ആ ലെവലിൽ ആഹാരത്തിന്റെ നിയന്ത്രണത്തിലൂടെ അടിമകളാക്കി വെച്ചിരുന്ന ഒരു സംസ്കാരമാണ്. അവിടേക്കാണ് മിഷണറിമാര് സുവിശേഷവുമായിട്ട് വരുന്നത്, ബൈബിളിന്റെ സന്ദേശമായിട്ട് വരുന്നത്. അവർക്കിത് മനസ്സിലായി ഇവരെങ്ങനെയാണ് അടിമകളാക്കി വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ആരോഗ്യമുള്ളവരാക്കി നിർത്തി. അതുകൊണ്ടാണ് ഇന്നും പാൽപ്പൊടി ടീം റൈസ് ബാഗ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. ആ കളിയാക്കുന്നതിന്റെ കാരണം ഇത് ഇവിടെയാണ് എടുക്കുന്നത്. കാരണം അവർക്കറിയാം മിഷണറിമാർ ആഹാരം കൊടുത്തുകൊണ്ടാണ് ഇവര് ശക്തിപ്പെട്ടത്. അതിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ആഹാരത്തിന്റെ പൊളിറ്റിക്സ്, ആഹാരത്തിന്റെ മതം എന്ന്, ആഹാരത്തിന്റെ രാഷ്ട്രീയം. ഇതിനകത്ത് എന്തുവാ ബേസിക്കലി പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം? ഇത് തന്നെയാണ് സംഗതി. അതായത് എങ്ങനെയാണ് ആഹാരത്തിന്റെ നിയന്ത്രണത്തിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന ആ താഴേക്കിടയിലുള്ള ജനങ്ങളെ മുകളിലുള്ളവര് സവർണരെ എങ്ങനെയാണ് അടിമകളാക്കി നിർത്തിയതെന്നും, എന്നാൽ മിഷണറിമാരെങ്ങനെയാണ് ആ അടിമത്തത്തെ പൊളിച്ചത്. ഇവർക്ക് ആഹാരം കൊടുത്തുകൊണ്ട് ഇവരെ ആദ്യം ആരോഗ്യമുള്ളവരാക്കി ശക്തരാക്കി മാറ്റുകയും പിന്നീട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തു. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. കാരണം വിശന്നിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം കൊടുത്തിട്ട് കാര്യമില്ല, അവന്റെ തലേക്ക് വരില്ല. ഇനി ആഹാരം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കാലാകാല ആഹാരം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അതും പറ്റില്ല. അപ്പൊ അവന് ആഹാരം കൊടുക്കുകയും അവനെ ആരോഗ്യമുള്ളവനാക്കി മാറ്റുകയും അതോടൊപ്പം അവനെ വിദ്യാഭ്യാസം കൊടുത്ത് അവനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുകയും ചെയ്തു. അത് മിഷണറിമാരെ ചെയ്തു. അതിന്റെ കലിപ്പാണ് ഇപ്പോഴും ഇവര് ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്തും മതം മാറ്റിയതും പറഞ്ഞവരെ കളിയാക്കുന്നത്. കാക്യമാണ്. അതായത് മിഷണറിമാര് മീനും കൊടുത്ത് മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. രണ്ടും ചെയ്തു. അതെ, രണ്ട് കാര്യം ചെയ്തു അവർ. അതാണ് ഇവർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. തീർച്ചയായിട്ടും. കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദമായിട്ട് അവര് അടിമകളാക്കി വെച്ചിരുന്ന ജനത്തെയാണ് ഈ പുറമേന്ന് വന്ന വിദേശികൾ വന്നിട്ട് സ്വതന്ത്രരാക്കി വിട്ടവർ. അതായത് കലിപ്പായിട്ട് പറയും, അറിവെന്ന് പറയുന്ന ഒരു ഫ്രീഡമാണ് ബേസിക്കലി. തീർച്ചയായും ആ ഫ്രീഡം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത്. അതെ. അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ മനുസ്മൃതികളും സ്മൃതികളും ഈ പറയുന്ന സനാതന സാധനം ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി ഉണ്ടായതാണ്. തീർച്ചയായിട്ടും. അനിലിന്റെ ഒരു പഠനം അനുസരിച്ച് ഇത് എത്ര നാൾ കൊണ്ട് എത്ര കാലം നീണ്ടു നിൽക്കും ഇന്ത്യയിൽ? എത്ര കാലം കൂടെ നീണ്ടു നിൽക്കും ഈ പറയുന്ന ഇവരുടെ ഈ വാദവും ആർഗ്യുമെന്റും ഒക്കെ? ഇല്ല, ഇനി ഇത് അധികം കാലം ഉണ്ടാകില്ല. കാരണം ഇന്റർനെറ്റ് എല്ലാവർക്കും ഭയങ്കര അടിയാണ് ഇന്റർനെറ്റ് വന്നതോടുകൂടി. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിവ് ലഭിക്കുന്നതിന് ഭയങ്കര പരിമിതിയായിരുന്നു. അതായിരുന്നു പ്രശ്നം. ഇന്ന് അങ്ങനല്ല. ഇന്ന് അറിവിന്റെ തള്ളിക്കയറ്റമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ധാരാളം അറിവ് വരുന്നത്. ഇതിൽ ഏതാണ് യഥാർത്ഥം ഏതാണ് വ്യാജം തിരിച്ചറിയാൻ പറ്റാത്ത പ്രശ്നം. പണ്ട് അതല്ല. പണ്ട് അറിവേ കിട്ടാത്ത അവസ്ഥയാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അത്ര അധികമാണ്. അപ്പോൾ ഇവരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം പതുക്കെ പൊളിഞ്ഞു പോകൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഇതാണ് വസ്തുത എന്ന് പറഞ്ഞ് ഓരോരുത്തർ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാനും പഠിക്കാനും തയ്യാറുള്ള ജനത അപ്പുറത്ത് വരുന്ന സമയത്ത് ഇത് അധികം കാലം പോവുകയില്ല, ഇങ്ങനെ പോവുകയില്ല. അത് അവർക്കും അറിയാം. അതുകൊണ്ടും കൂടിയാണ് ഇംഗ്ലീഷ് പഠിക്കരുതെന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. നമ്മുടെ സംസ്കാരം വലുതാണ്, അത്തരം ആ ഭാഷകൾ പഠിച്ചാൽ മതി, നമ്മൾ വെറുതെ ഇത് പഠിക്കേണ്ട, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നശിപ്പിച്ചു എന്നൊക്കെ ഈ സംഖ്യകൾ പറയുന്നതിന്റെ കാരണം ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇവരുടെ കീഴിൽ ഒരു വിധത്തിൽ നിൽക്കുകയില്ല എന്ന് അവർക്കറിയാം. എന്നാൽ ഇവരുടെ മക്കളെയൊക്കെ ഇവർ അവിടെ വിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുവാണെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായ ശേഷമാണ് ഇസ്ലാമിക റാഡിക്കൽ ഇസ്ലാം എന്തുവാന്നുള്ള ലോകം കാണുന്നത്. അതെ.
എന്താണ് ഇൻ്റർനെറ്റ് വന്ന ശേഷമാണ് കമ്മ്യൂണിസം വന്ന ശേഷമാണ് ഈ രണ്ടും പൊളിഞ്ഞു പോകുന്നത്. അതെ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ പിടികിട്ടും. അതേപോലെ തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെ ഈ വരവെന്ന് പറയുന്ന വരാനുള്ള സമയത്ത് ഇന്ത്യയിൽ ഈ തൊടലും തൊടിയിലും അതേപോലെ തന്നെ ഈ വർണ്ണവിവേചനവും ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്. നശിച്ചു പോകാന്ന് വെച്ചാൽ ജനങ്ങൾ അതിന് തയ്യാറായി പറഞ്ഞു. ഇതിന് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേവലം സാമൂഹ്യ പ്രശ്നമല്ല. ഇതിനകത്ത് മതം ഒരു റോളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ മതവിശ്വാസം ഉള്ളിൽ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് പുനർജന്മം എന്നുള്ള വിഷയം ആളുകൾ ചിന്തിക്കുന്നത്, ഇപ്പൊ എന്റെയൊക്കെ പൂർവികര് ഇവിടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചപ്പോൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന എന്താണ്, നീ കഴിഞ്ഞ ജന്മത്തിലും മഹാപാപം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നീ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ഈ ജന്മം നീ അതിനുള്ള ശിക്ഷ അനുഭവിച്ചു പോയാൽ അടുത്തതെങ്കിലും നിനക്ക് നല്ലൊരു ജന്മം കിട്ടും എന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ചിട്ടാണ് അവരെ അടിമകളാക്കി നിർത്തിയത്. അപ്പൊ ഇത് മണ്ടം വിശ്വാസമാണെന്നുള്ളത്, ഈ പുനർജന്മം എന്ന് പറയുന്ന സാധനം മണ്ടം വിശ്വാസമാണെന്നുള്ള ആ ഒരു ബോധ്യം ആളുകളുടെ ഉള്ളിലേക്ക് വരാത്ത കാലത്തോളം ഇത് പറഞ്ഞ ആളുകളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പൊ ആളുകൾ ചിന്തിക്കുന്നത് എന്തോ ആകട്ടെ, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്, ഈ ജന്മം ഇത്രയും നാള് കഷ്ടപ്പെട്ടല്ലോ, ഇനിയിപ്പോ ഞാൻ അതിനെതിരെ എതിർത്ത് സംസാരിച്ച് അടുത്ത ജന്മവും ഇതേപോലെ തന്നെ ആകണ്ട എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം കിട്ടിയാലേ പറ്റുകയുള്ളൂ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മാറാൻ. അപ്പൊ അത് മാറിക്കഴിയുമ്പോൾ ഇതിനെതിരെ അവർ ഉറപ്പായിട്ട് പൊരുതാൻ തയ്യാറായിട്ട് വരും. അപ്പൊ അതിന് പ്രധാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ മിഷണറിമാരെ ഇവർ എതിർക്കുന്നതിന്റെ കാരണം. ഇവര് കേവലം മതപ്രചാരകർ മാത്രമായിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് കേരളത്തിൽ നിന്നും മറ്റുമൊക്കെ സുവിശേഷം അറിയിക്കാൻ പോകുന്നവരെ തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതാണ് പ്രശ്നം. അല്ലാണ്ട് സുവിശേഷം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവൻ മതം മാറിയാലും ഞങ്ങളുടെ കീഴിൽ തന്നെ നിൽക്കണേ പ്രശ്നമില്ല. പക്ഷെ ഇതല്ല, അവന് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ അവൻ പിന്നെ ഞങ്ങളുടെ കീഴിൽ നിൽക്കില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്റർനെറ്റ് വന്നു, അത് കാര്യമൊക്കെ ശരിയാണെങ്കിലും ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു ബോധം അത് മാറണം. അന്ധവിശ്വാസം, അതായത് ഈ പുനർജന്മം എന്ന് പറയുന്ന സംഗതി അത് ഞങ്ങളെ കുടുക്കിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണി മാത്രമാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നെങ്കിൽ മാത്രമേ അത് പൂർണ്ണാർത്ഥത്തിൽ സാധ്യമാവുകയുള്ളൂ. എനിവേ അനിൽ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ചിറ്റ് ചാറ്റ് ആയിരുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.